ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി കടക്കുമ്പോൾ സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത വിഷഭക്ഷണം. കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതിയാണ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ മരിച്ചത്. ഹോട്ടലിൽ നിന്നും ഓൺലൈൻ വഴി വരുത്തിയ കുഴിമന്തി കഴിച്ചതോടെ ശാരീരിക അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആദ്യം കേക്ക് കഴിച്ചെന്നും പിന്നീട് കുഴിമന്തി കഴിച്ചു എന്നുമാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പറയുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഡിസംബർ 31-നാണ് അഞ്ജുശ്രീ കുഴിമന്തി കഴിച്ചത്. ഒപ്പം കഴിച്ചവർക്കും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ഇപ്പോൾ മാത്രമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജുവിലേക്ക് പോകും മുമ്പ് പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക്. 31-ാം തീയതി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് വീട്ടിലെ കുടുംബ കുട്ടികളൊക്കെ വന്ന് ഒത്തുചേർന്നപ്പോൾ കാസർഗോഡ് ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഭക്ഷണം ബുക്ക് ചെയ്ത് വരുത്തിച്ച് കുഴിമന്തിയാണ് വരുത്തിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാകും. കൂടെ ഒന്നിച്ച് കഴിച്ച 1-2 കുട്ടികൾക്കും അത് ചെറിയ രീതിയിൽ ദേഹാസ്വസ്ഥ ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്തുള്ള ദേളിയിൽ സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഛർദിയൊക്കെ ആയതുകൊണ്ട് സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും കുട്ടിക്ക് അങ്ങനെ പ്രശ്നം വന്നു. വീണ്ടും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വലിയ മാറ്റം വരാതിരിക്കുമ്പോൾ ഇന്നലെ രാവിലേക്ക് നില വഷളായി. അതായത് BP ഒക്കെ ഡൗണായി, പ്രഷർ ഡൗണായി, കുട്ടി അബോധാവസ്ഥയിലായി. അപ്പോഴാണ് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ അങ്ങനെ രാവിലെ അവിടെ എത്തിച്ചു. ഇന്ന് രാവിലെയോടുകൂടി 4 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. നാട്ടിൽ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പരാതി വരുന്നുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. വലിയൊരു കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ് അണഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു അന്വേഷണം നിർബന്ധമായും ഉണ്ടാവണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. KV ബൈജുവിലേക്ക്. ബൈജു, ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുടുംബം കൃത്യമായി ചികിത്സ നൽകിയിരുന്നു. പലതവണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ജീവൻ രക്ഷിക്കാനാവാത്ത ഒരു സാഹചര്യം. എന്താണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്? അഭിലാഷേ, നമുക്കൊരു പ്രാഥമികമായി തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായ ഒരു അനാസ്ഥ ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഹോട്ടലിൽ പരിശോധന, ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും പരിശോധന നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഈ സംഭവം നടക്കുന്നത് 31-നാണ്. പുതുവർഷത്തോടനുബന്ധിച്ച് ഈ മരിച്ച കുട്ടിയും സുഹൃത്തുക്കളും കൂടി ഒരു കേക്കും അതുപോലെ തന്നെ കുഴിമന്തിയും ഓർഡർ ചെയ്യുന്നു. ഓൺലൈൻ വഴിയാണ് ഈ അടുത്ത വയലിലെ ഹോട്ടലിൽ നിന്നും ഈ ഭക്ഷണം ഓർഡർ ചെയ്തത്. ഇത് കഴിച്ചതിന് ശേഷം ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു. ഈ പെൺകുട്ടിക്ക് പിറ്റേ ദിവസം ഛർദിയും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ഡൽഹിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വീട്ടിലേക്ക് വരികയും തുടർന്ന് 2 ദിവസം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് നില കൂടുതൽ പ്രശ്നമാവുകയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മംഗളൂരിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു. എന്തായാലും ഇന്നലെയാണ് ഈ കുട്ടിയെ മംഗളൂരിലേക്ക് കൊണ്ടുപോയതും ഇന്ന് രാവിലെ കൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ സമയമായിട്ടും ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മാത്രമല്ല, ഈ ഹോട്ടൽ 31-ാം തീയതി, അതായത് ബൈജു പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതിന് ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിനോ പരിശോധനയ്ക്കോ ഒന്നും ഈ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നാണോ? ഇത്തരത്തിലൊരു പരാതി ലഭിച്ചില്ല എന്ന ന്യായീകരണമാണോ ഇപ്പോൾ അവർ പറയുന്നത്? അഭിലാഷെ, അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഹോട്ടൽ 31-ാം തീയതി മുതൽ ഈ സംഭവം നടന്ന് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഈ ഹോട്ടൽ ഇന്നലെ രാത്രി വരെ തുറന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇപ്പോഴാണ് ഈ ഹോട്ടൽ അടക്കാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പും മറ്റു ജീവനക്കാരും ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. പോലീസിന്റെ പരിശോധന നടക്കുന്നു. നമ്മളിപ്പോൾ ആ ഹോട്ടലിൽ പോകുകയുണ്ടായി. അവിടെ ഇപ്പോഴും പല വിഭവങ്ങളും ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ച നിലയിൽ കണ്ടു. പോലീസ് പരിശോധന ഇപ്പോൾ നടത്തുന്നു. അകത്തേക്ക് ഇപ്പോൾ നമ്മളെ കയറ്റിവിടുന്നില്ലെങ്കിലും
നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പഴകിയ തരത്തിലുള്ള വസ്തുക്കൾ പോലും ഇവിടെ കാണാം. ഇത് ദേശീയപാതയിൽ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ എത്തുന്ന ഒരു ഹോട്ടലാണ്. ദേശീയപാതയിൽ പ്രധാനമായ ദേശീയപാതയിൽ ഒരു ഹോട്ടലാണ്. കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് അടുത്ത വയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലാണ് ഇത്തരം സംഭവം നടന്നത്. ഇത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ തരത്തിൽ കച്ചവടം നടക്കുന്നതും പല ഭാഗങ്ങളിലേക്കും പാർസലുകളും മറ്റും കൊണ്ടുപോകുന്നതും. എന്തായാലും 31-ാം തീയതി സംഭവം നടന്ന് ഈ കുട്ടി ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സംഭവം നടന്നിട്ടും ഈ ഹോട്ടൽ പിന്നീടും തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മാത്രമല്ല, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു മരണം സംഭവിച്ചു. അതിനെ തുടർന്ന് വലിയ ജാഗ്രത ഉണ്ടായി, വലിയ പരിശോധന നടത്തി. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു ഹോട്ടലുകളിലും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അതാണ് ഏറ്റവും ഗുരുതരമാകുന്ന അനാസ്ഥ. അതായത് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾക്ക്. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല മറ്റ് പലർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ല, പരിശോധനകൾ ഉണ്ടാകുന്നില്ല. ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇപ്പോൾ ഈ ന്യൂസ് 18 റിസർച്ച് ഡെസ്ക് നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് പോലും നമുക്ക് ഒട്ടേറെ മരണങ്ങൾ, അതായത് 2012 കേരളത്തിൽ വലിയ ചർച്ചയായ ഷവർമ കഴിച്ചുകൊണ്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഉണ്ടാകുന്ന മരണം, കരുവള്ളൂർ സ്വദേശിനി ദേവനന്ദ മരിച്ചത് മെയ് 1 ഈ കഴിഞ്ഞ ദിവസം ആണ് രശ്മി കോട്ടയം സ്വദേശിനി മരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ അഞ്ജുശ്രീ കാസർഗോഡ് മരണപ്പെടുന്നു. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് ഇപ്പോഴും കണ്ണടച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഗൗരവതരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും കൃത്യമായ പരിശോധനാ സംവിധാനങ്ങളില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഹോട്ടലുകളിലും പരിശോധന നടത്തി അതെല്ലാം അടച്ചുപൂട്ടാനും നോട്ടീസ് നൽകാനും ഒക്കെയുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അതൊക്കെ പ്രഹസനമായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരികയല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, നമുക്ക് അത് പ്രഹസനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അടുത്തിടെയായി ഉണ്ടായിട്ടുള്ള ഈ രശ്മിയുടെയും അഞ്ജുശ്രീയുടെയും മരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ. കാരണം രശ്മിയുടെ മരണത്തിന് പിന്നാലെ കോട്ടയത്ത് ഈ ഭക്ഷ്യവിഷബാധയേറ്റ് രശ്മി മരിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ തന്നെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിക്കൊണ്ട് അടിയന്തരമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഊർജിതമാക്കിയതായിട്ടുള്ള വാർത്തകൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. അത്തരത്തിൽ 5-ാം തീയതിയും 6-ാം തീയതിയും ഒക്കെ വ്യാപകമായ പരിശോധനകൾ നടന്നുവെന്ന് കാണിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ 5-ാം തീയതി മാത്രം ഏതാണ്ട് 545 സ്ഥാപനങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നതായും 32 സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായും, അതായത് അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്ന് വീഴ്ച വരുത്തിയ 32 സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായും 5-ാം തീയതി വാർത്താക്കുറിപ്പ് വരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെയും സമാനമായ രീതിയിൽ 485 സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തന്നെ പരിശോധന നടന്നു. അതിൽ 16 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു എന്ന കണക്ക് പുറത്തു വന്നു. 162 സ്ഥാപനങ്ങൾക്ക് ഈ നടപടികളിൽ വീഴ്ച വരുത്തിയതിന് നോട്ടീസ് നൽകിയതായും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായി. അതിന് പിന്നാലെയാണ് അതീവ ഗൗരവതരമായ രീതിയിൽ ഇന്ന് വീണ്ടും ഈ അഞ്ജുശ്രീയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ അവർ പുറത്തുവിടുന്നുണ്ട്, വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെ. പക്ഷേ ആ കണക്കുകൾ വരുന്നതിനപ്പുറത്തേക്ക് പരിശോധന എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് എന്നൊരു വലിയ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് തുടർച്ചയായി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ആദ്യം കൈയൊഴിയാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മരണം അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ 2 പേരായിരിക്കുന്നു. ഇപ്പോഴും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിട്ട കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിലടക്കം പരിശോധന തേടി ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യക്ഷമമായിട്ടാണോ നിലവിൽ നടന്നുകൊണ്ടിരുന്ന പരിശോധനകൾ പുരോഗമിച്ചിരുന്നത് എന്നതടക്കമുള്ള CH കുഞ്ഞമ്പു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CH കുഞ്ഞമ്പു, ഇത്തരത്തിലൊരു വിഷയം, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് അസ്വസ്ഥത നേരിടുന്നു, കുറെ അധികം ആളുകൾ ബുദ്ധിമുട്ടുന്നു, ചിലർ ചികിത്സയിലാണ് എന്ന കാര്യം നേരത്തെ അറിയുകയോ മറ്റോ ചെയ്തിരുന്നു? ഇല്ല, ഞാൻ ഇന്ന് രാവിലെ ഈ അഞ്ജു മരണപ്പെട്ടു എന്നതാണ് ഞാൻ ആദ്യം അറിയുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ് ഈ കുട്ടി മരണപ്പെട്ടു എന്ന വിവരം ആ കുട്ടിയുടെ വീടിന്റെ പരിസരത്തുള്ള ആളുകൾ രാവിലെ എന്നെ കാണാൻ വന്നവരാണ് എന്നോട് പറയുന്നത്. പിന്നീട് ഞാൻ ആ വിവരങ്ങളെല്ലാം തിരക്കി വരുമ്പോഴാണ് എന്നെ TV ചാനലുകളിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കാസർഗോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് കുട്ടിക്ക് നില കുറച്ച് സീരിയസ് ആയപ്പോൾ മംഗലാപുരത്തേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഇപ്പോൾ കുട്ടി മരിച്ചത്. അത്
വിഷബാധയാണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഒരു ഹോട്ടലാണ്. ഇവിടെയാണ് ഈ കുട്ടിയാണെങ്കിൽ എന്റെ മണ്ഡലത്തിലെ ചെമ്മനാട് പഞ്ചായത്തിലെ ത്രട്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടിയുടെ വീട്. മഞ്ചേശ്വരം കോളേജിൽ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവരുടെ കൂടെയുള്ള കുട്ടികളും ഭക്ഷണം കഴിച്ചു, അവർക്കും ദേഹാസ്വസ്ഥമുണ്ടായി, അവരിപ്പോ ചികിത്സയിലാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2 പേരാണ് ഇതുപോലെ സംഭവിച്ചത്. ഇതിനു മുമ്പ് ചെറുവത്തൂരിൽ ദേവനന്ദ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചുപോയി മറ്റു കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് ആ കുട്ടി മരണപ്പെടേണ്ടി വന്നത്. അപ്പൊ ഭക്ഷ്യവിഷബാധയേറ്റ് ഇങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ മരിക്കുന്നു എന്നത് അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും വളരെ കർശനമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടുന്ന വിഷയമാണത്. MLA ഇത്തരത്തിൽ അതായത് ഇടപെടേണ്ട വിഷയമാണ് എന്ന് പറയുന്നു. താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് 6 മാസം മുമ്പ് ഇതേ ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 6 മാസത്തിന് ശേഷം മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ 6 മാസം എന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടല്ലോ. ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ അതുപോലും ഉണ്ടാകുന്നില്ല. അതെ, കർശനമായി വേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തില്. ഇതില് ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കോവിഡിന് ശേഷം വ്യാപകമായി ആളുകൾ സ്വയം തൊഴിലിന്റെ ഭാഗമായോ മറ്റോ ഇഷ്ടം പോലെ ഹോട്ടലുകൾ വഴിവക്കിലൊക്കെ തുടങ്ങിയാണ്. അങ്ങനെ തുടങ്ങുന്ന ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ ആ ഹോട്ടലുകൾക്ക് അവർ ഒരു ഹോട്ടൽ നടത്തുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ നിയമവും അതുപോലെ തന്നെ ആ ഹോട്ടലിന് ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവിടെ കുക്കൊക്കെയായി ജോലി ചെയ്യുന്ന ആളുകൾ മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് അവര്. അങ്ങനെ വരുന്നവർക്ക് അവർക്ക് വല്ല ആരോഗ്യ പ്രശ്നമുണ്ടോ, സാംക്രമിക രോഗങ്ങൾ പടർന്ന എന്തെങ്കിലും അവരുടെ ശരീരത്തിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഹോട്ടൽ തുടങ്ങുന്നു. ഫാസ്റ്റ് ഫുഡാണ് പലതും. അവിടെ ആളുകൾ ആകർഷിക്കുന്നു, ആളുകൾ പോകുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്, ഒരു സംശയമില്ല. ഇതിപ്പോ 2ാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് കുട്ടികളോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നാൽ ഉടനെ നമുക്ക് വിഷബാധ ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാകുമോ? അതുകൊണ്ട് കർശനമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകളെ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ അലക്ഷ്യമായി ഹോട്ടലുകൾ നടത്തുന്നത് പലതും അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നത് അത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കർശനമായ നടപടി എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗമൊന്നുമില്ല. ഇനിയൊരു കുട്ടിക്കും അല്ലെങ്കിൽ ഇനി ഒരാൾക്കും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിൽ വരെ ജീവൻ പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനനുസരിച്ച് അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ CH കുഞ്ഞമ്പു ഞങ്ങളോട് പ്രതികരിച്ചതിന്.